കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചപ്പോൾ ഒരു ബ്രോക്കർ അതിന് അന്ന് എൻ്റെ ഒപ്പം നിന്ന് ആ കല്യാണം നടത്തി തരാൻ സഹായിച്ചു എന്ന് വെക്ക്. അതിൻ്റെ ബ്രോക്കറേജ് നിങ്ങൾ ഈ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ സത്യമാണ് ഈ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ആ പെണ്ണ് നിനക്ക് മതിയായ പെണ്ണുമായി, ആ പെണ്ണെ നീ നിനക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ആയി എന്ന് സങ്കല്പിക്കുക. ഇതിന് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറയാം. ആ പെണ്ണ് നിന്റെ കുടുംബത്തിന് മതിയായവളായി, നിനക്ക് മതിയായവളായി, നിന്റെ കുട്ടികൾക്ക് മതിയായവളായി എങ്കിൽ യാറോ നാട്ടിലൂടെ പോകുമ്പോഴെങ്കിലും ഒന്ന് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ നീ ഓർക്കും, എന്ത് അയാളാണ് ഈ പെണ്ണ് കാണിച്ചത്, അൽഹംദുലില്ലാ പെണ്ണിന്റെ എല്ലാ കാര്യവും അവൾ വഴിയാണ് നടക്കണത്. അപ്പൊ നിനക്ക് ആരോട് വരെ ഒരു നന്ദിയുണ്ട്. ആ ബ്രോക്കറേജ് കൊടുത്താലും എന്ത് അതേസമയത്ത് പെണ്ണ് എനിക്ക് പറ്റാത്തോ ആ കുടുംബം കലക്കണതുമാണെങ്കിൽ ബ്രോക്കറേജ് തെരഞ്ഞു നടക്കും. ആ ബൈക്കൊന്ന് പോരാണ്ട് പൊട്ടിക്കായിരുന്നു ഈ ജാതി സാധനത്തിനെ പേരടിച്ചിട്ട്. ബ്രോക്കറോട് വരെ നിനക്കൊരു മനുഷ്യനാണെങ്കിൽ അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. ബ്രോക്കർ മനസ്സിലായില്ലേ? ബ്രോക്കർക്കാരൻ തന്നെ പെണ്ണ് കെട്ടി ആ പെണ്ണ് നിനക്ക് കുടുംബത്തിന് മതിയായതായാൽ ആ ബ്രോക്കറോട് നിനക്ക് നന്ദി ഉണ്ടാവുമല്ലോ. എന്തേ നിനക്ക് റബ്ബിനോട് നന്ദി ഇല്ലാഞ്ഞു? അപ്പൊ ഈ നന്ദി കെട്ടോ തന്നെയാണ്. ഇതൊക്കെ ചിന്തിക്കി. രണ്ടാളാണ്, ഒരാൾ തന്നാൽ ഒരാൾ മധ്യവർത്തി. മുഹമ്മദ് മുസ്തഫ മധ്യവർത്തി അല്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ ഞാനിത് എനിക്ക് അല്ലാഹു റസൂൽ പറയുന്ന ഇന്ന് ഇന്നലെ നാളെ എന്നും എന്തേ ആ വ്യക്തിക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ വ്യക്തി തൊട്ടതൊക്കെ പൊന്നാവും. ആ വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, ദാരിദ്ര്യം ഉണ്ടാകണം. വഷളാകണേ ഭയപ്പെട്ടാൽ മതി, ദാരിദ്ര്യം ഹൈറായിരിക്കും. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം പണ്ടത്തെ കാലത്തെ ആളുകളും ഇന്നത്തെ കാലത്തെ ആളുകളും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയ ഒരു യഥാർത്ഥത്തിൽ പണ്ടത്തെ ആളുകളാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലോജിക്ക് പറഞ്ഞുതരാം. പണ്ടത്തെ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് അനുഗ്രഹീതർ. അവർ അനുഗ്രഹത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ദീനുണ്ട് ദുനിയാവുണ്ട്. നമുക്ക് ദീനുമില്ല ദുനിയാവില്ല. ഇനി ആ കാര്യം പറഞ്ഞുതരാം. പണ്ടത്തെ ആളുകൾക്ക് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമാവുമ്പോൾ നേരം വിളിച്ചാൽ ഇറങ്ങി ഓടും പണിക്ക്. അപ്പോൾ പിന്നെ അവർക്ക് ഇന്നത്തെ രാവിലത്തെ ഓട്ടത്തിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ഓടുകയാണ്. ആദം നബിയുടെ കാലം മുതൽ ഇപ്പം ഈ 15-20 കൊല്ലം വരെ മനുഷ്യന്മാർ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓടിയിട്ടില്ല. ആദം നബി നേരം വിളിച്ചാൽ ഇറങ്ങി പാഞ്ഞിനും ആരോഗ്യം നിലനിർത്താൻ. പറയുടെ ചങ്ങായി ആദം നബി രാവിലെ 20 മിനിറ്റ് എക്സസൈസ് ചെയ്തിരുന്നു. എന്തുകൊണ്ട്? അതിനൊക്കെ പണിയുണ്ട്. അപ്പൊ എക്സസൈസിന്റെ ആവശ്യമില്ല. 1000 കൊല്ലം ജീവിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായില്ല, ബ്ലോക്ക് വന്നില്ല. നേരം വെളുത്ത് പണിക്ക് പോകുമെന്ന് വിചാരിച്ച ഒരാൾ ഉറങ്ങിയാൽ ആ മനുഷ്യന്റെ ഉറക്കം തീരുമ്പോഴത്തിന് ദോഷം കൊടുത്തു കൊടുക്കുന്നു മുസ്തഫ നബി പറഞ്ഞു. അപ്പൊ നമ്മളെ മുൻഗാമികൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലെങ്കിൽ നേരം വെളുത്തുമ്പോൾ എന്തായി? അല്ലാഹു തആല അവരെ ദോഷം കൊടുക്കുന്ന റസൂൽ പറഞ്ഞല്ലേ. നേരം വെളുത്താൽ ഹലാലായ തൊഴിലിന് പോകണം എന്ന് വിചാരിച്ച ഒരാൾ ഉറങ്ങിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴത്തിന് അയാൾ ദോഷം അല്ലാഹു തആല അസ്ബഹ, അവൻ പ്രഭാതത്തിൽ എണീക്കുക, മഗ്ഫൂറൻ ലഹു, അവന് പൊറുക്കപ്പെട്ട നിലയിലാണ്. നേരം വെളുക്കുമ്പോൾ എന്തിനു പോകണം? പറ ചങ്ങായി, പെണ്ണുങ്ങളെ കുട്ടികളെ ഉമ്മാനെയും വാപ്പാനെയും പോറ്റാൻ ഒരു ഹലാലായ പണിക്ക് പോകണമെന്ന് വിചാരിച്ച് നിയ്യത്ത് ചെയ്ത് ഒരാൾ ഉറങ്ങിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അസ്ബഹ സുബഹിയാകുമ്പോൾ മഗ്ഫൂറൻ ലഹു, പൊറുക്കപ്പെട്ട വിധത്തിലായിരിക്കും അവന്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുൻഗാമികൾക്ക് ദോഷമുണ്ടാവും. കാരണം നേരം വെളുത്തവർക്ക് എന്തിനു വേണം? പാടത്ത് പണിക്കോണം. പെണ്ണുങ്ങളോട് പറയും, ഞാൻ നേരം വെക്കുകയാണെങ്കിൽ ഒന്ന് വിളിച്ചോണത്തനെ. അത് രാവിലെ പോയിട്ട് പണിക്കാർ വരുന്നതിന് മുമ്പ്, മറ്റുള്ള പണിക്കാർ വരുന്നതിന് മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞത് അറ്റങ്ങലായി തുറന്നിടണേ, കെട്ടണേ, വെള്ളം വൃത്തിയാക്കണേ. പിന്നെ എന്നിട്ട് അയാൾ കൈക്കോട്ടും കൊണ്ട് നിൽക്കും. എന്നിട്ട് മറ്റു പണിക്കാർ വരും. കണ്ടിട്ടില്ല അങ്ങനത്തെ ഞാൻ എമ്പോടും ഓടും. അപ്പൊ സുബഹി നിസ്കരിച്ച് പായ ഇതിന് പെണ്ണുങ്ങളോട് ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ ഉറങ്ങുന്നത്. അപ്പൊ നേരം വെളുക്കുമ്പോൾ ഇയാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. ഇവന്റെ തഹജ്ജുദിനേക്കാളും വലിയത്, എന്റെ 1000 കൊല്ലത്തെ തഹജ്ജുദിനേക്കാൾ വലിയതാണ് അയാളുടെ ഒരു ദിവസത്തെ ഉറക്കം. എന്തിനാൾ ഉറങ്ങിയത്? പറയാ അയാൾ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഉറങ്ങാക്കണില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല, ഇത് തോണ്ടണം. എനിക്ക് ഉറക്കം വരണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? തോണ്ടുക. കുറച്ച് വീഡിയോ കഴിയുമ്പോൾ അതും ഇതും കണ്ട് പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ഇവിടെ ഇട്ടു. അവർക്കോ കൈതോല പായില കിടക്കുക. എൻ്റെ
സത്യത ഉറക്കം വരേണ്ടത് എൻ്റെ ബെഡ് കിടന്നാലാ. അവർക്ക് ബെഡില്ല. അവരെന്താ ഉള്ളത്? പറട കുട്ടി കൈതോലപ്പായ, പുതിയ പറക്ക് വരെ കൊടുക്കണത് പായ. അതിൽ അച്ചിപ്പായ, അച്ചിപ്പായാണ്, എന്നാൽ പായാണ്. അച്ചിപ്പായാണ് പുതിയാപ്പളക്ക് കൊടുക്കുക, എന്നാൽ പായാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കൈതോലപ്പായ. അത് മുള്ളു കൈതോലപ്പായ കടന്നു. ഇന്ന് കൈതോലപ്പായ കിടന്ന 10 ദിവസം ഉറങ്ങൂല. എന്റെ വല്യാപ്പ ഉറങ്ങിയ കൈതാലപ്പായയിൽ ജിന്ന് ഉറങ്ങിയാൽ അതിന്റെ വേദന കൊണ്ട് 10 ദിവസം ഉറങ്ങൂല. സത്യല്ലേ? പറയല്ലേ? ആ പനോലന്റെ പായി, കൈതോലന്റെ പായി ഒക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബെഡിലല്ലേ ഉറങ്ങണ്ടേ? കാരണം അജാതി സ്മൂത്തല്ലേ. പിന്നെ അവരെന്റെ ഉറങ്ങിയത് അവർക്ക് ഉറങ്ങും. കാരണം അവർക്ക് എന്തുണ്ട്? ക്ഷീണം. പായ എന്താ ഉറങ്ങും. അഹങ്കാരമില്ല, ആരോടും ദേഷ്യമില്ല, പള്ളിക്കമ്മറ്റി പൊളിക്കണം എന്നുള്ള കുത്തിത്തിരിപ്പ് ഏറ്റെടുത്തിട്ടില്ല, ഒഴിവില്ല, ജനറൽ ബോഡിക്ക് പോയിട്ടില്ല. ജനറൽ ബോഡി എന്ന് പറയാൻ തുടങ്ങിയ എന്റെ അടുത്ത കാലത്ത് ആരാ പള്ളി ഭരിക്കണമെന്ന് അറിയില്ല. 2 വയസ്സന്മാര് എന്തെങ്കിലും കോഴിയും ആടും ലേലം ചെയ്താണ് അങ്ങനെ പള്ളി നടത്തും. വേണ്ടത്തെ കാലത്ത് കമ്മിറ്റിയില്ല, പ്രമാണമില്ല, ഒന്നുമില്ല. ഇന്ന് പ്രമാണം ഉണ്ടാക്കണം, എന്തുകൊണ്ട് തട്ടിയെടുക്കാൻ ആള് കാത്തുക്കുന്നുണ്ട്. പഴയ ആളുകൾ അനുഗ്രഹീതരാ. എന്തുകൊണ്ട്? അവർക്ക് ആരോഗ്യമുണ്ട്, ലിവറിന് കേടില്ല, ഒന്നിനും കേടില്ല. എന്തുകൊണ്ട്? ഫംഗ്ഷനിങ് കൃത്യമായി നടക്കുന്നുണ്ട്. വെള്ളം നല്ലോണം കുടിക്കും. അപ്പം ആവശ്യത്തിന് അവർക്ക് എന്തുണ്ട്? വെള്ളം കുടിക്കും പോലെയല്ല അവർ കുടിക്കണത്. അവർ കുടിച്ചാൽ അതും പോകും. എന്തുകൊണ്ട്? എവിടെയെങ്കിലും നെയ്യ് കെട്ടി നിൽക്കണില്ല. എന്റെ മൂത്രസഞ്ചിന്റെ മേലെ നെയ്യ് കെട്ടിക്കാണ്. വെള്ളം കുടിക്കാനുസരിച്ച് ബ്ലാഡ് നാശവും നല്ലാതെ അത് പുറത്തേക്ക് പോവില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? പിന്നെ അവര് മനസ്സിലായില്ല. ഇപ്പൊ ഇന്ന് എല്ലാ വൈദ്യന്മാരും പറയുന്നതാണ് റെഡ്മീറ്റ് കഴിക്കരുത്. പണ്ട് റെഡ്മീറ്റ് കഴിക്കരുത് എന്ന് പറയില്ല. എന്തുകൊണ്ട്? മീറ്റ് കിട്ടാനില്ലല്ലോ. ഞങ്ങൾ 26 ആളുള്ള തറവാട്ടിൽ ആകെ ആഴ്ചയിൽ 1 കിലോ ഇറച്ചി. വെള്ളിയാഴ്ച രാവിലെ പായും. ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിൽ ഞങ്ങൾ ബാപ്പുട്ടിന്ന് വിളിച്ചിരുന്നു. ഓ മരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല മനുഷ്യനെ 100% നല്ല മനുഷ്യനെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും പായും. വെള്ളിയാഴ്ച നേരം എടുത്ത് സുബൈ നിസ്കരിച്ച വല്യമ്മ പൈസ എടുത്തു തരും. അങ്ങനെ എണ്ണും വല്യമ്മ 1 റുപ്യ, 1.5 റുപ്യ, 2 റുപ്യൊക്കെയാണ് ചില്ലറ പൈസ അങ്ങനെ എണ്ണിത്തരും. അതും കൊണ്ട് ഞങ്ങൾ പായും. പാഞ്ഞിട്ട് പാണ്ടിക്കാട് അങ്ങാടി നിന്നാണ് ഇറച്ചി വാങ്ങി തിരിച്ചിങ്ങോട്ട് പോയി. കാരണം എന്തുകൂടെ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ എന്ത് വേണം? ഈ സ്കൂൾ ഞങ്ങൾക്ക് ഇറച്ചി കിട്ടും. ഇറച്ചി ഉച്ചയ്ക്ക് ജുമായിൽ തിരിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാണ് എന്ത് ചെയ്യുക? അപ്പോഴാണ് ഇറച്ചിയും ചോറും വിളമ്പുക. ഞങ്ങളപ്പോ സ്കൂളിലാവും. ഞങ്ങൾക്ക് ഉണങ്ങിയ ഇറച്ചിച്ചാറ് കിട്ടും, മറ്റൊരു അത്രത്തന്നെ കിട്ടുള്ളൂ. എന്തുകൊണ്ട്? 26 ആളുകൾക്കും എന്താ വാങ്ങുക? പറ കുട്ടി, 1 കിലോ ഇറച്ചി. ഈ കുഞ്ഞാമാന്റെ മക്കളും എൻ്റെ അമ്മാന്റെ മക്കളും മറ്റേ മൂത്തമ്മാന്റെ മക്കളും വല്യമ്മയും വല്യാപ്പയും എല്ലാവരും എൻ്റെ ഇടയ്ക്ക് എൻ്റെ വാപ്പയും മൂത്താപ്പയൊക്കെ വന്നാൽ കഥ കഴിഞ്ഞു ചെയ്തു. അവർക്കൊന്നും കൂടി കനത്തിൽ വളർന്നു. എന്തെന്നാ വളമ്പാള്? പറയടാ 1 കിലോ ഇറച്ചി. അപ്പൊ റെഡിമേറ്റ് കഴിക്കരുത് എന്ന് നാട്ടിൽ ഭേദപ്പെട്ടൊരു കുടുംബമാണ്. ഒന്നുമില്ലാത്തവരൊന്നല്ല, കൂലിപ്പണിക്കോണവരല്ല, എന്നാലും 1 കിലോ ഇറച്ചി വാങ്ങുക. അപ്പൊ അന്നത്തെ കാലത്ത് റെഡിമേറ്റ് കഴിക്കരുത് എന്ന് പറയേണ്ടേ ഇല്ല. എന്താ പറയേണ്ടത്? അജയരെ എപ്പോഴെങ്കിലും ഒക്കെ ലേശം ഇറച്ചി തിന്നാളിട്ടാന്നെ പറയേണ്ടത്. അപ്പൊ അനുഗ്രഹീതരാ, അവർക്കൊന്നുമില്ലൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു പെണ്ണിന് പ്രസവം പിടിക്കണില്ല, ഗർഭം പിടിക്കണില്ല എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും വന്നു. അപ്പൊ ഇമാം ഗസാലി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഗർഭം പിന്നെയല്ലേ, ഇന്ന് മുതൽ 40 ദിവസം കഴിയുമ്പോൾ, പിന്നെ ഒരു സമയം പറഞ്ഞു, അപ്പോൾ എൻ്റെ ഓർമ്മ കഴിയുമ്പോൾ ഇവൾ മരിക്കും എന്നാണ് കണക്ക്. അതുകൊണ്ട് ഞാൻ ഗർഭന്ധത്തിന് പിന്നെ ഇവൾ അടുത്ത് 40 ദിവസം, ഒരു മാസക്കണക്ക് പറഞ്ഞു, മാസമാണ് ദിവസം എനിക്ക് ഓർമ്മയില്ല, പിന്നെ ഇവള് മരിക്കാനുള്ളവളാണ്, ഇവളെ ഗർഭം നല്ല കണക്കാക്കേണ്ടി വരും. ഈ കുടുംബം പോയി. ഈ പെണ്ണ് കരഞ്ഞു കിടന്നു. ആ പറയപ്പെട്ട ദിവസം, മാസാണോ ദിവസം എനിക്ക് ഓർമ്മയില്ല, ദീർഘമായ സമയം, 40 സഹാനി 2 മാസം സമയം കഴിഞ്ഞിട്ട് മരിച്ചില്ല. അങ്ങനെ തിരിച്ചു വന്നു. മരിച്ചില്ല, ഒരു നാളെ മരിക്കുമെന്ന് വിചാരിച്ച് നെറ്റിന് തെറ്റിയാലോ, ഒരു ദിവസം 1-2 ദിവസം ഒരു കാത്തു, പക്ഷെ വ്യക്തി മരിച്ചില്ല. ഈ പെണ്ണ് ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് മെലിഞ്ഞ്, ഭക്ഷണം കഴിക്കാറ്, അതായത് നല്ല ഭയങ്കര തട്ടിയായിരുന്നു ഈ പെണ്ണ്.
ആ പെണ്ണിനോട് ഞാൻ എന്ത് പറഞ്ഞു, ഈ ഗർഭം ധരിക്കണല്ലോ നോക്കണ്ടേ, എനിക്ക് മരിച്ചോൻ തീരുമാനിച്ചു. പടച്ചോന്റെ തീരുമാനമുണ്ട്, എത്ര ദിവസം ഞാൻ മരിക്കുന്നതാണ്. മരിച്ചില്ല, തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇനി ജിമായ ചെയ്തോ, കുട്ടി ഉണ്ടാവും. മനസ്സിലായില്ല, മരിക്കൊന്നുമില്ല. അത് പറഞ്ഞാലേ എൻ്റെ തടിയൊന്ന് കുറയുള്ളൂ. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ല, നിന്റെ തടിയൊന്ന് പാകത്തിലാകണം. നിന്റെ ശരീരത്തിൽ, നിന്റെ ആമാശയത്തിൽ, നിന്റെ എന്താ പറയാ, ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് കുട്ടി പിടിക്കണമെങ്കിൽ ആദ്യം നിന്റെ ഈ കുറച്ച് തടസ്സങ്ങളുണ്ട് നിന്റെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ഉള്ളിൽ. ആ സാധനം മെലിഞ്ഞ് ലെവലാകണം. നെയ്പ്പാടുകൾ നിന്റെ മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും പുറത്തു പോകണം. അപ്പം നിന്റെ മനോവേദ കാരണം നിന്റെ ഉള്ളിൽ താപം കൂടും. ആ ചൂടും പട്ടിണിയുടെയും കൂടെ കിടക്കലും കൂടി ആകുമ്പോൾ എന്താവും, മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും എന്ത് ചെയ്യും, മോശപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ പോകും. ഇനി ജിമായ ചെയ്ത കുട്ടി ഉണ്ടാവും. അതാദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യമില്ല. ഞാൻ എന്തെങ്കിലും നറുക്കരി തരും. എന്ത് ആയത്തുൽ കുർസി 25 വട്ടം ചെല്ലിക്കള, 250 വട്ടം ചെല്ലാലും കുട്ടി ഉണ്ടാവില്ല. ഇപ്പോൾ തടി ശരിയാകണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. എന്താണ് നമ്മളെ പ്രശ്നത്തിന്റെ കാരണം? നമ്മളെ ആധുനികത ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ചിന്തിക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഖൈറാണോ? ഒരു മനുഷ്യന് ദാരിദ്ര്യം ഖൈറുണ്ടാക്കും. ഒന്ന്, രണ്ട്, ദാരിദ്ര്യം ഉണ്ടാവില്ല പടച്ചോനെ മറക്കൂല. ദാരിദ്ര്യമുള്ള കാലത്ത് നീ റബ്ബിനെ നടക്കൂല. എന്തുകൊണ്ട്? റബ്ബ് വേണമല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും നോക്കുകയാണെങ്കിൽ പടച്ചോനെ തന്നെ ഓർക്കാൻ ഏറ്റവും നല്ല നാട് ഏതാ? ഇന്ത്യ. അമേരിക്കയിൽ ആക്സിഡന്റ് ആയാൽ 7 സെക്കൻഡിനുള്ളിൽ ആംബുലൻസ് വന്നോളണം, വരുന്നിരിക്കും. ഇന്ത്യയിലോ? മനസ്സിലായില്ല, ആംബുലൻസ് കിട്ടാൻ തന്നെ. ഇന്ത്യയിൽ ഇപ്പൊ ഞങ്ങൾക്ക് പാമ്പ് പിടിച്ചു, നമ്മൾ ഒരു പാമ്പ് പിടിച്ച് നമ്മൾ ദ്വാരക്ക് നോക്കി പഠിച്ചോനെ റബ്ബേ അല്ലോ. അമേരിക്കയിലാണെങ്കിൽ ആംബുലൻസ് പറഞ്ഞാൽ മതി, 7 സെക്കൻഡ് പറയും കുട്ടി, 7 സെക്കൻഡ് കൊണ്ട് എന്തെത്തി, ആംബുലൻസ് എത്തി. അപ്പൊ അവര് അല്ലാന്നല്ലേ പറയാ, ആംബുലൻസ്. മനസ്സിലായില്ലേ? നമ്മൾ ആംബുലൻസിന് വിളിച്ച് പറഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ആലോചിക്കാൻ, മുതലാളിമാരൊന്നും ഇവർക്കൊന്നും ഇന്നത്തെ ദിവസം പാമ്പ് കടിക്കാതെ കട്ടെ. കാരണം മുതലാളിമാർക്ക് പാമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് അങ്ങോട്ടേ പോകും. അതൊക്കെ നമ്മള് ദ്വാരക്ക റബ്ബേ പഠിച്ചോനേ അല്ലോ. നീ ആശുപത്രിയിൽ എത്ര വരെ ആശുപത്രി സൗകര്യത്തിലായി നിൽക്കട്ടെ, നമ്മളെക്കാൾ ഇപ്പൊ മുന്നേ വേറൊരു വണ്ടി ഇല്ലാകാതിരിക്കട്ടെ, ഇന്നത്തെ ദിവസം വേറൊരാൾക്ക് പാമ്പ് പിടിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ട്? വേറുള്ളവർക്ക് നമ്മളെക്കാൾ സ്വാധീനമുള്ള ഒരാൾക്കാണ് നമ്മളെ മുമ്പ് പാമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, നീ നമ്മളെ നേരെ ബേക്ക് പാമ്പ് പിടിച്ചാലും അവരെ നോക്കി നമ്മളെ നോക്കുള്ളൂ, മൊത്തം ജീവൻ പോവും. ഇതൊക്കെ വിളിച്ചിട്ട് ആരോട് പറയും? മനുഷ്യന് അള്ളാഹുവിനെ ഓർക്കലല്ലേ? ഈ ലോകത്ത് നന്നാവാനും പരലോകത്ത് നന്നാവാനും അള്ളാഹിനെ ഓർക്കണ്ടേ? അതിന് അള്ളാഹിനെ ഓർക്കണമെങ്കിൽ മനുഷ്യന്റെ ദാരിദ്ര്യം വേണ്ടേ? ഇന്നിപ്പോ അള്ളാഹിനെ ഓർക്കാൻ നേരല്ല. അപ്പൊ നിനക്ക് ദാരിദ്ര്യാണെങ്കിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആത്മാർത്ഥം ഉണ്ടാവും. എന്ത്? ഞാൻ നിന്നിലേക്കാണ് തിരിഞ്ഞിരിക്കണത്, ഇത് കഴിയുമ്പോൾ എന്റെ പ്രശ്നം തീരണമെന്ന് എൻ്റെ ആഗ്രഹം. മറ്റേ വജ്ജത്ത് ചെല്ലണം അറിയില്ല. എന്തുകൊണ്ട്? ഇതൊരു കടമയാണ്. സത്യം തന്നെയല്ലേ? ചിന്തിക്ക്. നമ്മളെ നിസ്കാരം നമുക്കൊരു കടമയാണ്. മറ്റും ദാരിദ്ര്യമുള്ള കാലത്ത് നിസ്കാരം എന്നുള്ളത് എന്താണ്? ഒരു ആത്മാർത്ഥതയാണ്. കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാണ്, റബ്ബേ എനിക്ക് തരണേന്ന് നമ്മൾ ആത്മാർത്ഥ. എന്ത് തന്നിട്ടില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ദാരിദ്ര്യം. ഒരുത്തന്നെ നിസ്കാരമാകണമെങ്കിൽ ദാരിദ്ര്യം വേണം. ദാരിദ്ര്യം ഒരിക്കലും നാശമല്ല, ദാരിദ്ര്യം ഒരു അനിവാര്യതയാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നേയില്ല. നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, ദാരിദ്ര്യം ഇല്ല ഉണ്ടായാൽ തന്നെ നിങ്ങൾ തെറ്റിപ്പോവില്ല. ഇപ്പം നമ്മളെ മഹല്ലുകളൊക്കെ രണ്ടാകാനും തല്ലുണ്ടാകാനോ കാരണം ദാരിദ്ര്യം നഷ്ടപ്പെട്ടതാണ്. ദാരിദ്ര്യമുള്ള കാലത്ത് നമുക്കിന് നേരം തന്നെയല്ല. ആര് പള്ളി വെച്ചാലെന്താ, ആര് മദ്രസ വെച്ചാലെന്താ, നമ്മൾ വരിസംഖ്യ പറഞ്ഞാൽ അത് കൊടുക്കാൻ തന്നെ കഷ്ടപ്പെടും. 2 റുപ്യൊക്കെ പള്ളി പണിയെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, പക്ഷെ അത് കഴിയൂല, കഷ്ടപ്പെടുക. ഇന്നങ്ങനെയല്ല, ഇന്ന് പള്ളിക്കൊക്കെ വലിയ വരുമാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പൂതിയാണ് പള്ളി കമ്മിറ്റി ആകാൻ. പണ്ട് അങ്ങനെയല്ല, ആരെങ്കിലും ഏറ്റെടുത്താൽ ഓൻ കുടുങ്ങി. അപ്പോൾ മനുഷ്യരെ ഖൈർ എപ്പോഴും എന്താണ്? സമ്മിശ്രമായ അവസ്ഥ. ധനാഢ്യനുമാകരുത്, പാടേ ദരിദ്രനുമാകരുത്,
മിസ്കീൻ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അന്നെ നിനക്ക് വരുമാനമുണ്ട്, നിൻ്റെ വരുമാനം കൊണ്ടാണ് എൻ്റെ പെണ്ണുങ്ങളെ പോറ്റണത്, കുട്ടികളെയും പോറ്റണത് എങ്കിൽ ആ കുട്ടികൾക്കും ഭാര്യക്കും നിന്നോട് വലിയ വിധേയതയായിരിക്കും. അതേ സമയത്ത് നിൻ്റെ ഭാര്യക്കും വരുമാനം ഉണ്ടെങ്കിലോ എൻ്റെ കുടുംബം അന്ന് പൊളിയും. എഴുതി വെച്ചോ. പിന്നെ അവൾ നിന്നെ പരിഗണിക്കണമെങ്കിൽ അവൾക്ക് ദീനുണ്ടായിരിക്കണം. ദീനർ നിസ്കാരമല്ല, നിസ്കാരം ദീനേ അല്ല, ദീനിൽപ്പെട്ടതെന്നേ ഉള്ളൂ. നിസ്കാരം എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ പേടി. എൻ്റെ ഭർത്താവിൻ്റെ കോപം വാങ്ങിയാൽ എനിക്ക് നിസ്കാരവും നോമ്പും ഉപകരിക്കൂല എന്നുള്ള പേടി, അതുണ്ടാകാൻ സാധ്യത കുറവാണ്. ഇത് വിചാരിക്കുന്ന ഭാര്യയ്ക്കും കൂടി ജോലി ഉണ്ടായാൽ നമുക്ക് വരുമാനം ഉണ്ടാവുന്നല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ജോലി ഉണ്ടായാൽ ആ കുടുംബം പൊളിഞ്ഞ് പുറത്തു പറയുന്നത് സത്യമല്ലേ? സത്യമല്ലേ മക്കളെ? 100% സത്യ. ആ കുടുംബം പൊളിഞ്ഞിടൂ. ആ കുടുംബത്തിൻ്റെ കഥ കഴിഞ്ഞ് ഓള് നേരക്കൂല. പ്രത്യേകിച്ച് പെണ്ണല്ലേ. കുന്നാക്ക് സാധ്യ ആക്കലീൻ, പെണ്ണിന് ബുദ്ധി കുറവാണെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞ. ഒരിക്കലും നടക്കൂല. വളരെ പ്രശ്നം. പുളിയ എന്നാൽ എൻ്റെ സന്തോഷം പൊളിയും. അതാണ് പുളിയൽ. മറ്റൊക്കെ അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകും. പക്ഷെ ഒപ്പിക്കലായിരിക്കും. അതിൽ കൂടുതൽ ഇച്ചാണ് ഒപ്പിക്കേണ്ടി വരിക. എന്നോട് ഈ ക്ലാസ്സിന് വരുന്നപ്പോൾ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുക ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല ഉസ്താദേ, പക്ഷെ ഒരു സന്തോഷമാണ്. ഇയാൾക്ക് മരം വെട്ടണ പണിയാണ്, പക്ഷെ പുരയിലെത്തുമ്പോൾ തന്നെ സന്തോഷമാണ്. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കും. ഉച്ചഭക്ഷണം അല്ലാതെ തന്നെ ഇയാൾ വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക് എത്തുമ്പോഴത്തേന് ഭക്ഷണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു പാറ്റഞ്ഞോ എന്തെങ്കിലും ഒരു എൻ്റെ നാവിന് ഇഷ്ടമുള്ളത് ഓക്കറിയാവുള്ളൂ ഉണ്ടാക്കും. കുട്ടികൾ എന്ത് ചെയ്യും? ഒരാൾ വെള്ളം കാച്ചിട്ടുണ്ടാവും, വെള്ളം ചൂടാക്കും. ഒരാൾ പിന്നെ ചേരിയെടുക്കും, ഒരാൾ സോപ്പ് എടുക്കും. എന്നിട്ട് ഒരു ഒരുങ്ങിക്കുണ്ടാവും എൻ്റെ പുറ വരച്ച് തരാനും എൻ്റെ വെള്ളം മേലെ കൂടി പാർന്നു തരാനും ചൂടുവെള്ളം മിക്സ് ചെയ്ത് തരാനും അങ്ങനെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തുണി ബാക്കി അത് അവർ കൊണ്ട് അലക്കും. എനിക്ക് നല്ല തുണി എടുത്തു തരും. പിന്നെ കുപ്പായം പള്ളിയൊക്കെ പോണ വരെ. എന്നിട്ട് പള്ളിയൊക്കെ പോണതിന് എന്തെങ്കിലും ഭക്ഷണം ഒരുക്കി തരും. 5 മണിക്ക് ആ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി എന്തെങ്കിലും ചൂടുവെള്ളം കുടിച്ചാൽ മതി, ഒന്നുമില്ല എന്നറിഞ്ഞ്. അതൊരു സന്തോഷമാണ് ഉസ്താദേ. എങ്ങനെയുണ്ട് ആ മനുഷ്യൻ്റെ സന്തോഷം? ഭാര്യ കലക്ടറായവർക്ക് ഉണ്ടാവില്ല. നിങ്ങളിൻ്റെ കൂടെ ഭാര്യക്ക് ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്, എനക്കൊണ്ട് വരുമാനം, പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടുകൂട്ടിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. ഭാര്യനെ കാണുമ്പോൾ വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയേണ്ടി വരും. അവളും കൂടി ഒന്ന് കടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും കലക്ടറാണ് ഭാര്യ പെട്ടെന്ന് മാഡം പെട്ടെന്ന് വരണം, ഇന്ന സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കിടക്കാൻ വേണ്ടി ഒരുങ്ങാണ്, കട്ടയിൽ വിരിച്ച് രണ്ടാൾ കിടക്കണം. ഓള് പോയി പിന്നെ ജമയപ്പെട്ട് നോക്കി കിടക്കണം. അല്ലെങ്കിൽ ഓളെ കാറ് പോയാൽ തന്നെ ആ വർഗീയ കലാപം ഒതുക്കാൻ വേണ്ടി ഓള് പോലീസുകാരൊപ്പം പായും. പിന്നെ ഈ കാറ് കിടക്കണം കൊതുകിൻ്റെ കടിയും കൊണ്ട്. മറ്റേ വൈകുന്നേരം മഴയും കൊണ്ട് വെട്ടാൻ പോയി. പെണ്ണുങ്ങൾ നോക്കിയാൽ മുത്തിച്ചു. സ്നേഹമുണ്ട്, പേടിയുണ്ട്. സത്യമാണോ അല്ലേ? നിങ്ങളെന്താ അത് ചിന്തിക്കാത്തത്? ലിബറലിസം ഉണ്ടായതിനു വേണ്ടി നിരീശ്വരവാദികൾ ചെയ്താണ് സ്ത്രീകളെ തൊഴിലാക്കാൻ വലിയ സംഭവം. ഞാനതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് സ്ത്രീകളെ തൊഴിലിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ചില ബൂർഷ്വാസികളുടെ താല്പര്യവും ലക്ഷ്യവും ആ വിഷയത്തിൽ വലിയൊരു പഠനം നടത്തുകയും പുസ്തകം എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു വർക്ക് നടത്തിയാൽ മതി. അതിന് മുമ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനത് പ്രത്യേകിച്ചത്. സത്യത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു ലക്ഷ്യം സ്ത്രീകളെ വിളിച്ചു തുടരില്ല. കാരണം പുരുഷന്മാർ എങ്ങോട്ട് പോയി? പുരുഷന്മാർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ നേരിട്ടും പിന്നെ യുദ്ധത്തിൻ്റെ മധ്യവർത്തികൾ 4 കോടി ആളുകൾ യുദ്ധത്തിൽ നേരിട്ട്. അതേ സമയത്ത് 4 കോടി യുദ്ധത്തിനുണ്ടെങ്കിൽ 16 കോടിക്ക് ഇപ്പുറത്ത് പണിയുണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട പണി. അതുകൊണ്ട് അടിസ്ഥാന ജോലി ആര് ചെയ്യേണ്ടി വന്നു? സ്ത്രീകൾ. ബോംബുണ്ടാക്കിയത് വരെ സ്ത്രീകളാണ്. 1-ാം ലോക മഹായുദ്ധ കാലത്ത് ബോംബുണ്ടാക്കിയത്, മരം വെട്ടിയത്, എല്ലാം. അതോടുകൂടെ എന്തായി? സ്ത്രീകൾ സ്വയം പര്യാപ്തരായി. സ്ത്രീകൾ പര്യാപ്തരാകുന്നതോടെ കുടുംബം തകർന്നു. മാർക്കറ്റിംഗ് കൂടി. തിരിഞ്ഞില്ല. ഇപ്പം നിനക്ക് 30-ാം തീയതി ശമ്പളം കിട്ടി. എത്ര ശമ്പളം? 50,000 60,000 ശമ്പളം കിട്ടിയാൽ അത് പുരയിലെത്തുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാസാരപ്പടി കട ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ബാക്കി പൊരയിൽ മേശൻ്റെ ഉള്ളിൽ വെക്കും. അത്യാവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താളാന്ന് പെണ്ണുങ്ങളോട് പറയും. താക്കോലോളെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതേസമയത്ത് പെണ്ണുങ്ങൾക്ക് ശമ്പളം കിട്ടിയാലോ? പെണ്ണുങ്ങൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടിയാലും പൊരയിലെത്തുമ്പോൾ
9,000 തീർന്നിട്ടുണ്ടാവും. കാരണം മാർക്കറ്റിലൂടെ നടന്നു വരുമ്പോൾ അതിർപ്പുള്ള സാധനങ്ങൾ മുഴുവൻ പെണ്ണിന് വലിയ ആകർഷണം, എനിക്ക് ആകർഷണം ഉണ്ടാവില്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കമ്പനികളിൽ മുഴുവനും തൊഴിലാളികളായി കൂടുതൽ വെച്ചത് എന്തിനാ? പെണ്ണുങ്ങളെയാണ്. ഈ നിങ്ങളിൻ്റെ കൂടെ വരണം കേട്ടോ. ഭയങ്കര ചതി എന്ന് പറഞ്ഞാൽ ഭൂഗോള ചതി. ഈ കമ്പനിയുടെ മെറ്റീരിയൽസ് മുഴുവൻ മാർക്കറ്റിലേക്ക് ഇറക്കും. ആരാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? സ്ത്രീകൾ. മനസ്സിലായില്ല? കമ്പനികളിൽ കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് ആരാ? സ്ത്രീകൾ. അവർക്ക് 30-ാം തീയതി അപ്പോഴത്തിന് ഈ ദിവസം ദിനേന ഇവര് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മുഴുവൻ എവിടെ എത്തും? മാർക്കറ്റിലെത്തും. 30-ാം തീയതി അവർക്ക് ശമ്പളം കിട്ടിയാൽ അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങാണ്. ഇതേ സാധനം അവർ വാങ്ങും. അപ്പൊ മനസ്സിലായില്ല? പ്രൊഡക്ഷൻ കൂടും, ലാഭം കൂടും. പുരുഷന്മാർക്കാണെങ്കിൽ അവര് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കൂല. ആര്? സ്ത്രീകൾക്ക് ആ തൊഴിൽ നിലനിൽക്കണേ ആഗ്രഹം ഉണ്ടാവുള്ളൂ, പുരുഷന് ആഗ്രഹം ഉണ്ടാവില്ല. പുരുഷന് പണി കിട്ടണം, സമരം തുടങ്ങണം, ഇതാണ് ആഗ്രഹം. ആദ്യ ആഗ്രഹം ആ കമ്പനിയിൽ പണി കിട്ടണം, രണ്ടാമത് ആ കമ്പനിയുടെ മുന്നിൽ കൊടി കുത്തണം. ഇതാണ് ആർക്കുണ്ടാവുക? പുരുഷന്. സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീയെ ആരും പറഞ്ഞാലും സമരം ചെയ്യൂല. എന്തിന്? നമ്മളെ പണി പോവും. അപ്പൊ അച്ചടക്കത്തിൽ ഒരു വർക്ക് സ്ത്രീക്കും പുരുഷനും കൊടുത്താൽ ആ വർക്ക് കൃത്യമായി ചെയ്യുക ആരായിരിക്കും? സ്ത്രീ ആയിരിക്കും, പുരുഷൻ ചെയ്യൂല. ഇതൊക്കെ അതിന്റെ പിന്നിലുള്ള സൈക്കോളജിയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഒതുങ്ങിക്കൂല, പുരുഷൻ ഒതുങ്ങിക്കൂല. പെണ്ണങ്ങനെയല്ല. പെണ്ണവിടെ നിർത്തിടും, അവിടെ നടക്കും. പെണ്ണിന് തൊഴിൽ കിട്ടിയാൽ മാർക്കറ്റിൽ പൈസ ഇറങ്ങും. ആണിനോ കള്ളുടിക്കാൻ പോവും, ചൂതാട്ടത്തിന് പോവും. വളരെ ചിന്തിക്കണം. ചതി എന്ന് പറഞ്ഞ ഭൂലോക ചതി. അതാണ് 4 ലോക മഹായുദ്ധത്തിൽ. പിന്നെ എന്തുണ്ടായി? യുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ശതമാനം കൊല ചെയ്യപ്പെട്ടു. അതും കൊല ചെയ്യപ്പെടുന്ന ആരാ? യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന ആരാ? പുരുഷന്മാര്. പെണ്ണുങ്ങൾ അപ്പോഴും സുരക്ഷിതരാവും. പെണ്ണുങ്ങൾ കൂടും, അപ്പൊ ആണിന്റെ എണ്ണം കുറയും. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ വ്യഭിചാരം നടക്കും. വ്യഭിചരിക്കപ്പെടുന്നതോടുകൂടെ പെണ്ണിന് ഹയാ നഷ്ടപ്പെടും. രക്ഷിക്കട്ടെ. വ്യഭിചരിക്കപ്പെട്ടാൽ പെണ്ണിന്റെ ഹയാ നഷ്ടപ്പെടും. പിന്നെ ഒന്നിനും വ്യവസ്ഥ ഉണ്ടാവില്ല. ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചതിയാ, ഇതൊക്കെ ദജ്ജാലിയത്താണ്. ദജ്ജാലിയത്ത്. ഇവിടെ എത്ര നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ട് വൻ മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത് 20-ാം നൂറ്റാണ്ടിലാണ്. ആരാ ചെയ്തത്? യൂറോപ്പ്. എന്താ അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം ഇതൊക്കെ തന്നെ എല്ലാം കൊണ്ടുണ്ടായി. ഈ ലോകം മുഴുവനും നശിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. ചിന്തിച്ചോളി, പഠിച്ചോളി, ചിന്തിച്ചോളൂ. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. മനുഷ്യന് ഇത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ കഥ കഴിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചിന്തികൾ. എല്ലാത്തിനും ചതിയാണ് നടക്കുന്നതൊക്കെ. ചതിയാണ്. ഹബീബു ഇലാഹിൽ അർശി ഖദ്മൻ ഉഹിബ്ബുഹു വഅദ്കുറുഹു യൗമി വഅംസി വഅനിഫി. ഹബീബു ഇലാഹിൽ അർശി, ഈ റസൂലുള്ളാഹി തങ്ങൾ അർശിന്റെ ഇലാഹിന്റെ ഹബീബാണ്, സ്നേഹിതനാണ്, ഹബീബാണ്. ഖിദ്മൻ പണ്ടേ ഇലാഹായ ആ ഇലാഹിന്റെ ഹബീബാണ്. ഇനി ആ ഖിദ്മിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയത് മുതൽ എന്നർത്ഥം വെക്കാം, അല്ലാതെ അർത്ഥം വെക്കാം. വഅദ്കുറുഹു, ആ നബിയെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. യൗമി, എൻ്റെ ഇന്ന്, വഅംസി, എൻ്റെ ഇന്നലെ. ഇത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയമൊക്കെ ഞാൻ പറഞ്ഞത്. ദാരിദ്ര്യവും ഖൈറാണ്. പെണ്ണുങ്ങൾക്ക് തൊഴിലുണ്ടായപ്പോൾ എന്തും ഇല്ലാതായി, ദാരിദ്ര്യം ഇല്ലാതായി. പക്ഷെ ഈശ്വര വിശ്വാസം ഇല്ലാതായി, എല്ലാം ഇല്ലാതെയായി. എന്നോട് ഒരു കുടുംബം പറഞ്ഞിട്ടുണ്ട്. ഒരു പഴയ വല്യമ്മ കുട്ടികളെ ചൂണ്ടി പറയും, ഇവരെ ബാപ്പ പിന്നെ കൂപ്പിലേക്ക് പണിക്കൂവും. അരി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പണിക്കോയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വരിക. എന്നിട്ട് അരി കൊണ്ടുവന്നരും, പിന്നെയും പോവും ആഴ്ചയിലേക്ക്. അപ്പം ആഴ്ച ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് അരി കഴിയും. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? തണ്ണിന്റെയും ഇടും. എന്തില്ല? അരിയില്ല. എന്നിട്ട് ഞാനും കുട്ടികളും ചേർക്കും. പക്ഷേ അതിനൊന്നും പറ്റാതിരിക്കട്ടെ റബ്ബേ, അതിനൊന്നും പറ്റാതെ. ആനക്കാട്ട് കൂടെ വരണം, കൂപ്പിലാണ്, അതിനൊന്നും പറ്റാതിരിക്കട്ടെ. എന്നിട്ട് വഴിക്കടവിൽ നടന്നു വന്നിട്ട് വഴിക്കടവിൽ വന്നിട്ട് എന്ത് ചെയ്യണം? അരി വാങ്ങിയിട്ട് മുണ്ട് കെട്ടി നടക്കണം. നട്ടപ്പാതിൽ അതിൻ്റെ പരിയിലെത്തുക.
അതിനെ നമ്മൾ ദ്വാരക്കും, പഠിച്ചോനെ അതിനൊന്നും പറ്റാതെക്കട്ടെ. അതിനവിടെ പുഴയിലിറങ്ങി കുളിച്ച് അരിയും സാമാനം വാങ്ങി മുണ്ട് കെട്ടി നടക്കുക, ചൂട്ടും കത്തിച്ച് നടന്ന് ഇവിടെ എത്തുമ്പോൾ 12-1 മണിയായപ്പോഴത്തേന് എന്തായി, കുട്ടികൾ ഉറങ്ങി. നമ്മൾ തണ്ണി തീമട്ട് കാത്തുത്തിരിക്കായപ്പോൾ മകരിബ് മുതൽ അവര് അള്ളാനെ വിളിച്ചത്തരാ. ആ അള്ളാന്റെ വിളി പോരടാ സ്വർഗത്തിന്. റബ്ബേ എൻ്റെ പുതിയ അപ്പളക്കൊന്നും പറ്റാക്കട്ടെ. പക്ഷേ ആ മനുഷ്യൻ്റെ നിൻ്റെയും പറ്റിയ എൻ്റെ കുട്ടിയൊക്കെ ആരാളുള്ളത്? എടാ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആ പ്രശ്നമുണ്ടോ? എന്താ പറയാ, മറ്റൊന്നും വിഷയമല്ല. പിന്നെ ഭർത്താവിന് വേണ്ടേ അതിനെ പറയാം, ബാക്കിയൊന്നും വിഷയമല്ല. എനിക്കും ജോലിയുണ്ട്, ഒന്നും സാധനമില്ല. പിന്നെ വാപ്പം ഒക്കെ തന്ന കുറച്ച് മുതലുണ്ട്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഭർത്താവിന് വേണ്ടേ. അപ്പോൾ ഓൾക്ക് ഭർത്താവില്ലാത്ത പ്രശ്നം ഉണ്ടാവുള്ളൂ. എന്തോ ഓള് ക്ഷമിച്ച കഴിഞ്ഞു ചെയ്ത് മനസ്സിലാണ്ട് പറയാം. മറ്റു ഭർത്താവ് പോരാ, എന്താണ് ഈ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യാ? അപ്പൊ ആരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും? അതാണ് ദാരിദ്ര്യമാണ് മനുഷ്യന് നല്ല കാര്യം. പറ്റ ദാരിദ്ര്യാകലില്ല, രണ്ടിൻ്റെ ഇട നണ്ടേനും നല്ലോട്ട് ഇല്ലേനും. പൊരയിലാകട്ടെ വാപ്പാനെ ആശ്രയിക്കുകയും ചെയ്യാം. ഇതാണ് നല്ല കാലം. അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, എല്ലാം പോയി കഴിഞ്ഞു. ഹബീബുൻ ഹബീബാണ്, ഖലീലുൻ കൂട്ടുകാരനാണ്, ഖാതിമുൻ എല്ലാത്തിൻ്റെയും പര്യവസാനമാണ്, മുഖദ്ദമുൻ ആരെക്കാളും മുന്തിക്കപ്പെട്ടതാണ്, കരീമുൻ മാന്യനാണ്, അലീമുൻ ഖുലുഖുഹു അവിടുത്തെ സ്വഭാവം മഹത്തരമാണ്. എൻ്റെ ആരിഫി അറിയുന്നവർക്കെല്ലാം, നബി അറിഞ്ഞവർക്കെല്ലാം അറിയാം അതിനേക്കാൾ നല്ലൊരു സ്വഭാവമില്ല. മോശപ്പെട്ടവൻ നബിക്ക് ദോഷം നോക്കിക്കൊണ്ടേ നടക്കും. മനസ്സിലായില്ലേ? നബിയുടെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടല്ല, നബിയേക്കാൾ നല്ലൊരു സ്വഭാവം ഇല്ല. പക്ഷേ അറിഞ്ഞോനെ മനസ്സിലാവും, നല്ലോനെ മനസ്സിലാവും. അലീമുൻ ഖുലുഖുഹു നബിയുടെ സ്വഭാവം മഹത്തരമാണ്. എൻ്റെ ആരിഫിൻ അറിഞ്ഞവൻ എടുക്കൽ. സ്വന്തം നാട്ടുകാർ പുറത്താക്കിയില്ലേ? ആരെ? ഹബീബ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞവർ പുറത്താക്കിയില്ലേ സ്വന്തം നാട്ടുകാർ? എന്തേ? അവർക്ക് നബിയെ അറിയൂല. പിന്നെ മക്ക 15 പൊട്ടി കരഞ്ഞോല്ല, തിരിഞ്ഞില്ലല്ലോ. വഹ്ശ് ഇബ്നു ഹർബ് മരണം വരെ കരഞ്ഞില്ലേ? വഹ്ശ് റളിയല്ലാഹു അൻഹു ഞാൻ റസൂലുള്ളാഹിന്റെ എളാപ്പാനെ ഞാൻ കൊന്നില്ലേ? പിന്നെ എന്നാ കൊന്നത്? തനിക്ക് നബിയെ അറിയാത്ത കാലത്ത് കൊന്നു. മുഹമ്മദ് എന്ന ആളറിയും, പക്ഷെ ആരാണ് ഇയാളെന്ന് അറിയില്ല. പിന്നീട് മാറി, പിന്നെ ഓടി നടന്നു. നബിയെ അറിഞ്ഞപ്പോ മുന്നിൽ കൊന്നില്ല, മരുഭൂമിയിലേക്ക് ഓടി. വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആരോ പറഞ്ഞു, എന്തിനാ ഓടുന്നത്? ആ മനുഷ്യൻ ആർക്കും മാപ്പ് കൊടുക്കൂലേ? മനസ്സിലായില്ല, ഓടി. റസൂലുള്ളാഹി മക്കയിലേക്ക് വന്നപ്പോ വഹ്ശ് ഇബ്നു ഹർബ് ഓടിപ്പോയി. കാരണം റസൂലുള്ളാഹിന്റെ കൈ കിട്ടി കൊല്ലും എന്ന് പേടിയാണ്. കണ്ടവരോടൊക്കെ പറഞ്ഞു, ഞാൻ ഖതൽതു അമ്മ മുഹമ്മദിൻ, ഞാൻ റസൂലുള്ളാഹിന്റെ മുഹമ്മദിന്റെ അളാപ്പാനെ ഞാനാ കൊന്നത്, എനിക്ക് മാപ്പുണ്ടാവില്ല. ആരോ പറഞ്ഞു, അങ്ങനെ പറയരുത്, അത് വലിയ മാന്യത ഉള്ള ആളാ, വലിയ മാപ്പ് കൊടുക്കുന്ന ആളാ. പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി മാപ്പ് കൊടുത്തു. പിന്നെ ഒളിഞ്ഞിരിക്കും, മുന്നിലേക്ക് വരില്ല. വഹ്ശ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹിനെ കരച്ചിലോർക്കും. റസൂലുള്ളാഹി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലച്ച് വഹ്ശി കൊല്ലുന്ന ദിവസം റസൂലുള്ളാഹി കരഞ്ഞതുപോലെ റസൂലുള്ളാഹി ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. അതാര് കണ്ടിട്ടുണ്ട്? വഹ്ശി കണ്ടിട്ടുണ്ട്. അത് മറക്കാൻ കഴിയില്ല. പിന്നെ വഹ്ശി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് എതിരാളിയായി വന്ന മുസൈലമയെ കൊന്നു. അന്നാ ചിരിച്ച്, ഖതൽതു അദുവ്വ റസൂലില്ലാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ ശത്രുവിനെ കൊന്നല്ലോ, ചിരിച്ചു. അപ്പൊ എനിക്ക് മാപ്പ് കിട്ടും. മാപ്പ് റസൂലുള്ളാഹി കൊടുക്കായല്ല, പക്ഷേ ഈ മനുഷ്യനെ സഹിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ നബിയെ മനസ്സിലാക്കണമെങ്കിലും അല്പം ബോധം ഉണ്ടാവണം. അതാണ് അലക്സാണ്ടർ ജേക്കബ് സാറിനൊക്കെ ഉണ്ടായത്, ബോധം. ഒരു ബോധം മുസ്ലിം ഒന്നും ആണ്ടില്ല, അത് ബോധം ഉണ്ടായാൽ മതി. ഉണ്ണി റസൂൽ മുസ്തഫ അതേ സമയത്ത് മുസ്ലിം റസൂൽ മനസ്സിലാവില്ല. മുസ്ലിം തന്നെയാണ്, പക്ഷെ റസൂൽ മനസ്സിലായിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുൻ ഖലീലുൻ ഖാതിമുൻ വ മുഖദ്ദമു കരീമുൻ അലീമുൻ ഖുലുഖുഹു നല്ല ഖുലുഖുഹു അലീമുൻ ഖുലുഖുഹു ഇൻദ ആരിഫി. ഹബീബാണ്, ഖലീൽ കൂട്ടുകാരനാണ്, ഖാതിമുൻ പര്യവസാനമാണ്, മുഖദ്ദമുൻ മുന്തിക്കപ്പെട്ട ആളാണ്, കരീമുൻ ഏറ്റവും ബഹുമാനിയാണ്, അലീമുൻ ഖുലുഖുഹു അവിടുത്തെ സ്വഭാവം എത്രയോ മഹത്തരമാണ്. ഇൻദ ആരിഫി അറിഞ്ഞവർക്കെല്ലാം അതറിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി നാളെ ചൊല്ലും. അല്ലാഹു തആല നാളെ ഉണ്ടാവും ക്ലാസ് ഇട്ടാൽ ക്ലാസ് പരമാവധി ഉണ്ടാവും. നാളെ ബുദ്ധിമുട്ടില്ലല്ലോ, നാളെ ഉണ്ടായിക്കൂടെ?
ബുദ്ധിമുട്ടില്ലല്ലോ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന അലൈക 142 അന്ന് ക്ലാസ് 142 രൂപ ഒരു സഹോദരൻ അടിച്ചിട്ടുണ്ട് തൊടുപുഴയിൽ നിന്ന്. അല്ലാഹ് അദ്ദേഹത്തിന് കടം വീട്ടി കൊടുത്ത് പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ഖൈറിൻ്റെയും ബർക്കത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വാതിൽ ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഭാര്യ മക്കൾ കുടുംബത്തിന് അല്ലാഹു എല്ലാം തുറന്നു കൊടുത്ത് അവരെയും നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.